വെൽക്കം ടു PSC ഐഡിയാസ്. ഇന്നത്തെ ക്ലാസ് PSC റിലേറ്റഡ് ആയിട്ടുള്ള LDCയിലൊക്കെ മെയിനായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ധനതത്വശാസ്ത്രം. ധനതത്വശാസ്ത്രത്തിലെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ചിന്തകരെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതാണ്? ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ചാണക്യന്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥമാണ് ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഏതാണ്? ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ചാണക്യന്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം. മഗധ എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയതിൽ പ്രധാന പങ്കുവഹിച്ചത് ആരാണ്? ചാണക്യനാണ് മഗധ എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയായി മാറ്റിയതിൽ പ്രധാന പങ്കുവഹിച്ചത്. അതുപോലെ ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനം വരുമാന നഷ്ടം തടയും എന്ന് അഭിപ്രായപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ചാണക്യൻ. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനം വരുമാന നഷ്ടം തടയും എന്ന് അഭിപ്രായപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ചാണക്യൻ. ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചുവെന്നും പ്രതിപാദിക്കുന്ന സിദ്ധാന്തം ഏതാണ്? ചോർച്ചാ സിദ്ധാന്തമാണ് ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചുവെന്നും പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം. ഇന്ത്യൻ സമ്പത്തിന്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ സമ്പത്തിന്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങളാണ് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ. അതുപോലെ ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കൽ. എന്താണ്? ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കൽ. അതുപോലെ ബ്രിട്ടന്റെ സാമ്രാജ്യത്വ വികസനത്തിനു വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൽ. എന്താണ്? ബ്രിട്ടന്റെ സാമ്രാജ്യത്വ വികസനത്തിനു വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൽ. ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റുകയും ചെയ്യൽ. എന്താണ്? ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യൽ. ഇത്രയുമൊക്കെയാണ് ഇന്ത്യൻ സമ്പത്തിന്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ. ബ്രിട്ടീഷ് ചൂഷണത്തെ സംബന്ധിച്ച പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ രമേശ് ചന്ദ്രദത്താണ് ബ്രിട്ടീഷ് ചൂഷണത്തെ സംബന്ധിച്ച പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തുവെന്ന് വ്യക്തമാക്കിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് രമേശ് ചന്ദ്രദത്ത്. ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തുവെന്ന് വ്യക്തമാക്കിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് രമേശ് ചന്ദ്രദത്ത്. ഗാന്ധിജി തന്റെ സാമ്പത്തിക ശാസ്ത്രാശയങ്ങൾ വിശദീകരിച്ച പുസ്തകം ഏതാണ്? ഹിന്ദ് സ്വരാജ്. 1909 ഗാന്ധിജി തന്റെ സാമ്പത്തിക ശാസ്ത്രാശയങ്ങൾ വിശദീകരിച്ച പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. സാമ്പത്തിക രംഗത്തെ പുതിയ ചിന്തയായ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ മഹാത്മാഗാന്ധിയുടെ ആശയം ഏതാണ്? ട്രസ്റ്റിഷിപ്പാണ് സാമ്പത്തിക രംഗത്തെ പുതിയ ചിന്തയായ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ മഹാത്മാഗാന്ധിയുടെ ആശയം. ട്രസ്റ്റിഷിപ്പ്. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായി ഗാന്ധിജി ലക്ഷ്യമിട്ട സമ്പദ് വ്യവസ്ഥ. ട്രസ്റ്റിഷിപ്പ് സമ്പദ് വ്യവസ്ഥയിലാണ് സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഗാന്ധിജി ലക്ഷ്യമിട്ട സമ്പദ് വ്യവസ്ഥ. ഏതാണ്? ട്രസ്റ്റിഷിപ്പ്. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണ്? ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളാണ് കാർഷിക ഗ്രാമീണ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം. അടുത്തത് കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, അതുപോലെ സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ.
ഇത്രയുമാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ. ഇതൊക്കെ PSCക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ. ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല, 1900 മൈൽ നീളവും 1500 വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? ഗാന്ധിജി. ഇതും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല, 1900 മൈൽ നീളവും 1500 വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് എന്ന് അഭിപ്രായപ്പെട്ടതാര് എന്ന് ചോദിക്കാം. ആരാണ് അഭിപ്രായപ്പെട്ടത്? ഗാന്ധിജിയാണ് അഭിപ്രായപ്പെട്ടത്. കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടതെന്ന ആശയം മുന്നോട്ട് വച്ച പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? JC കുമരപ്പ, ശ്രീമാൻ നാരായൺ ധരംപാൽ. JC കുമരപ്പ, ശ്രീമാൻ നാരായൺ ധരംപാൽ. ഇവർ 3 പേരുമാണ് കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടതെന്ന ആശയം മുന്നോട്ട് വെച്ച പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞർ. ആരൊക്കെയാണ്? JC കുമരപ്പ, ശ്രീമാൻ നാരായൺ ധരംപാൽ. ലോക സാമ്പത്തിക ശാസ്ത്ര ചിന്തകർക്ക് മുതൽക്കൂട്ടായ അമർത്യ സെന്നിന്റെ രചനകളുടെ പ്രതിപാദന വിഷയങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം. ഇവ 3മാണ് ലോക സാമ്പത്തിക ശാസ്ത്ര ചിന്തകർക്ക് മുതൽക്കൂട്ടായ അമർത്യ സെന്നിന്റെ രചനകളുടെ പ്രതിപാദന വിഷയങ്ങൾ. മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം. അതുപോലെ അമർത്യ സെൻ തന്റെ പഠനത്തിന് പ്രാധാന്യം കൊടുത്തവ എന്തൊക്കെ കാര്യങ്ങളിലാണ്? ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം. ഈ 3 കാര്യങ്ങളിലാണ് അമർത്യ സെൻ തന്റെ പഠനത്തിന് പ്രാധാന്യം കൊടുത്തവ. ഏതൊക്കെയാണ്? ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം. ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടിയ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യ സെൻ. അമർത്യ സെൻ ആണ് ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടിയ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. ആരാണ്? അമർത്യ സെൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.